ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കോളേജ് അഡ്മിഷൻ നോക്കുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളെ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ കേരളത്തിലെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി അഡ്മിഷന് വേണ്ടി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കീഴിൽ നോക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ LBS വഴി അങ്ങനെ നോക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ കേരളത്തിന് പുറത്തോ ഒക്കെ കോളേജുകളിൽ പുതിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകാം, എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാകാം, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞവരാകാം. ഇങ്ങനെയുള്ളവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. വളരെ പ്രധാനപ്പെട്ട UGC AICTE ആക്ടുകൾ നിങ്ങൾ അറിയണം. ഇത് പ്രകാരം നമ്മുടെ കയ്യിലെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒരു കോളേജ് അതോറിറ്റിക്കും കീപ്പ് ചെയ്യാനുള്ള അധികാരമില്ല. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റും ഒറിജിനലൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജ് അത്തരത്തിൽ നിങ്ങളുടെ ഒറിജിനൽ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട്, കീപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത്. അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം, അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അത് റൂളുകൾക്കെതിരാണ് എന്നുകൂടി ഓർക്കണം. ഇനി മറ്റൊരു കാര്യം ഡൊണേഷൻ ആണ്. സാധാരണ ഡൊണേഷൻ ഇല്ലീഗലാണ്, പക്ഷെ നമുക്കറിയാം പല കോളേജുകളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമ്മതപ്രകാരമല്ലാതെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിട്ടും ഡൊണേഷൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇപ്പോൾ എല്ലാ തരത്തിലുള്ള കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഡൊണേഷൻ ഇല്ലീഗലാണ്, അത് മനസ്സിലാക്കാം. പക്ഷെ ചില പാരന്റ്സ് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് സീറ്റ് കിട്ടാൻ വേണ്ടി. ഓക്കെ, അല്ലാതെ ഫോഴ്സ്ഫുള്ളി അധിക എമൗണ്ട് ഡൊണേഷൻ ആയിട്ട് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജ് അഡ്മിഷൻ സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങൾ വിദ്യാർത്ഥികളുടെ അറിവോടെയും അല്ലാതെയും നടക്കുന്നു, പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എല്ലാ കോളേജുകളിലും ചേർന്നാൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചേരുന്ന കോളേജ് അതോറിറ്റിയോട് തന്നെ മനസ്സിലാക്കി ചോദിക്കുക ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇന്ന സ്കോളർഷിപ്പുകൾക്ക് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ദെൻ ചില കോഴ്സുകൾ ഇപ്പോൾ ബയോ സയൻസ് ഒക്കെ എടുത്തിട്ട് IT പോകുന്നവരുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് BCA പോകുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കോളേജ് അഡ്മിഷൻ വേണ്ടി പോകുമ്പോഴും ചില റൂളുകൾ പ്രകാരം ചില കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, ബേസിക് മാത്സ് അല്ലെങ്കിൽ ബേസിക് IT പഠിച്ചിട്ടില്ലെങ്കിൽ ചില കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അതും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ കോഴ്സും കോളേജും ലോക്ക് ചെയ്യാവൂ, സെലക്ട് ചെയ്യാവൂ. മറ്റൊരു വീഡിയോകളുമായിട്ട് കാണാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.